നമ്മൾ ഒന്നും കൂടി ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറിട്ടോ. നോക്കി ഇവിടുത്തെ വീടുകളൊക്കെ ആണല്ലേ, ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇവര് വീടുണ്ടാക്കിയതിന് പുറമെ ഓല മേഞ്ഞിട്ടുള്ള ഷെഡുകളൊക്കെ കന്നുകാലികൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഓരോ സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കി കാണുന്നുണ്ട് കേട്ടോ. നോക്കി ഈ വീടിൻ്റെ സൈഡിലായിട്ട് രണ്ടെണ്ണം, ഈ വീടിൻ്റെ സൈഡിലായിട്ട്. അതേപോലെ മക്കളൊക്കെ ഫുള്ള് റോട്ടുമ്പോൾ തന്നെ അല്ലേ, ചെറിയ മക്കളും ഫുള്ള് പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന സിറ്റുവേഷനാണ്. ഇന്നലെ ഒരു 2 വയസ്സായ കുട്ടീനൊക്കെ നമ്മൾ നേപ്പാൾ ബോർഡറിൽ ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകണുണ്ടാവും. ഒരു 2 വയസ്സിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയൊക്കെ അവിടെ പറയാം. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല കാറ്റ് കേട്ടോ ഈ പാടത്തിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നപ്പോൾ. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട് അല്ലേ. വല്ലാതെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കി നിങ്ങൾ, ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ബീഹാർ എന്ന് പറയുമ്പം എല്ലായിടത്തും നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഭംഗി കിട്ടുന്ന ഗ്രാമീണ കാഴ്ചകൾ കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, നല്ല വൃത്തിയുള്ള. പിന്നെ നമ്മൾ 38 ഡിസ്ട്രിക്റ്റുള്ള സംസ്ഥാനത്തിൽ കുറച്ച് ഡിസ്ട്രിക്റ്റിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോകുന്നുണ്ടാവുള്ളൂ. അതിൽ ഏതാണ് ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി മെച്ചപ്പെട്ടതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റൂല. നമ്മൾ മൊത്തം കറങ്ങി കഴിഞ്ഞാലേ നമുക്കൊരു പ്ലാൻ കിട്ടുള്ളൂ. ഒരു ഡിഫറെൻ്റ് വൈബ് കിട്ടോ അല്ലേ. നോക്കി നിങ്ങൾ, കുറേ വീടുകളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, മെച്ചപ്പെട്ട് വരുന്നുണ്ട് അല്ലേ ഓരോ സ്ഥലങ്ങളും ഉണ്ടോ. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, നല്ല കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് ശരിക്കും അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. കൊള്ളാട്ടോ, നമുക്ക് നല്ലൊരു രീതിയിൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സംസ്ഥാനത്തൂടെ കടന്നു പോകുമ്പോൾ, ഇതിൽ കൂടെ വരുമ്പോഴും. ഓരോ സംസ്ഥാനത്തിനും നമ്മൾ വില്ലേജിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും കേട്ടോ അവിടുത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഹൈവേ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, ഹൈവേ സൈഡൊക്കെ എന്ന് പറയുമ്പോൾ വണ്ടികൾ പാസ് ചെയ്യുന്നതാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഹൈവേൻ്റെ സൈഡിലുകൾ വരും. പക്ഷെ നമുക്കൊരിക്കലും വില്ലേജസിലേക്ക് പോവാതെ നമുക്ക് ആ കംപ്ലീറ്റ് സ്ഥലത്തിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ നമുക്ക് കിട്ടുക. ശരിക്കും നമ്മളിങ്ങനെ ടോള് ഈ പറഞ്ഞ പോലെ അവോയ്ഡ് ടോൾസ് ഓപ്ഷൻ കൊടുത്തുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ വേറെ ടിപ്പാണ് ഗൈസ്, നിങ്ങൾ ടോളും കൊടുത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ, ട്രിപ്പിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ 524 കിലോമീറ്റർ 524 കിലോമീറ്റർ എന്താണ് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് സിലിഗുരിക്ക് വരുന്നത്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്, വെസ്റ്റ് ബംഗാളിൽ. അപ്പം അവിടേക്ക് 1100 സംതിങ് രൂപയാണ് ടോള് വരുന്നത് 504 കിലോമീറ്റർ ഓടാൻ. അത് ജസ്റ്റ് അവോയ്ഡ് ടോൾസ് കൊടുത്തപ്പം 539, എത്ര 15 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരുള്ളൂ. ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം നമുക്ക് എക്സ്ട്രാ ഓടണം. വീണ്ടും ഹൈവേയിലേക്ക് കടക്കും. ഇത് ക്യാച്ച് സേവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇവിടെ ഈ സംസ്ഥാനത്ത് ബാക്കിയുള്ള സംസ്ഥാനത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള സംസ്ഥാനമാണ്. ഏകദേശം 58% യങ്സ്റ്റേഴ്സ് ഉള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇവരുടെ ഒരു ക്യാപ്പബിലിറ്റി എത്ര ആയിരിക്കും വർക്ക് ചെയ്യുന്നിടത്തും ഇതിനുള്ളിടത്തൊക്കെ. അപ്പം ശരിക്കും അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിലൊക്കെ നല്ല രീതിയിൽ അപ്പാവട്ടോ, നല്ല രീതിയിൽ അവരുടെ GDP കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. അത് മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈലും ഈ കാരണത്താൽ ബെറ്റർ ആവും. ഹൈവേസ് ഒന്നും പറയാല്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടിച്ച് പോവാം. ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സുകളൊക്കെ നമ്മളിപ്പോൾ കുറച്ച് കണ്ടു, അതൊക്കെ അടിപൊളി ബസ്സുകൾ കേട്ടോ, കൊള്ളാം. ഇപ്പോൾ ഫുള്ള് നമുക്ക് മാവാണ് 2 വശങ്ങളിലായിട്ട്. നോക്കി നിങ്ങൾ, ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് റോഡ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് മോശമാകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സൈഡിൽ കാണുന്ന റോഡുകളൊക്കെ ഉണ്ട്, അതൊന്നും വലിയ പ്രശ്നമുണ്ട്, നല്ല അടിപൊളി റോഡുകളൊക്കെയാണ്. അതെ, അല്ല നമ്മുടെ നാട്ടിലും, പക്ഷേ എന്നാൽ പോലും കുറേ സ്ഥലങ്ങൾ ബെറ്റർ ആടാ. അതെ,
2000 ഡീസൽ അടിച്ചിട്ടോ. 94.83 ഇവിടെ റേറ്റ്. ഭയ്യ കോൺസാ ഡിസ്ട്രിക്റ്റ്? മുസാഫർ. ഓക്കെ, മുസാഫർപൂർ ഡിസ്ട്രിക്റ്റ് ആട്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 2000 ഡീസൽ അടിക്കുന്നത്. ഇവന്നാലും മൈലേജ് തരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം അല്ലേ? 14, 13, 14 നമുക്ക് മലയിൽ കിട്ടുന്നുണ്ട്. അതെ, ഇനി നമുക്ക് ഒന്ന് നോക്കാം എത്ര ലിറ്റർ എണ്ണ അടിച്ച് നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുണ്ട്. 21 കിട്ടാൻ സാധ്യതയുണ്ടോ? അച്ഛാനാ ഒരു 500 പാരക്ക് വാങ്ങാന്ന് വിചാരിച്ചു. ഇവിടുത്തെ പാരക്കാണ്, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഒരു രക്ഷയില്ലാതെ പാരക്കട്ടോ. നമ്മുടെ നാട്ടിൽ സാധാ മരുന്നുണ്ടാവുന്ന അടിപൊളി സാധനം. വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിങ്ങനെ ഓടിക്കാൻ ഭയങ്കര വൈബാണ്. അപ്പം നമ്മളെ അങ്ങനെ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളത് ഈസ്റ്റ് വെസ്റ്റ് എക്സ്പ്രസ് ഹൈവേയിലാട്ടോ. അതെന്തായാലും കൊള്ളാം. ടോൾ പ്ലാസ 26 കിലോമീറ്റർ. എൻ്റെ മോനെ നല്ല ടോൾ എടുത്ത് പോകേണ്ട റോഡാണത്. ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ. ഏതാ നമ്മൾ പോകുന്ന റോഡറിയോ ഒന്നും പറയാലോ കേട്ടോ. ഇതൊന്നും നമ്മളെ കേരളത്തിൽ കിട്ടില്ലല്ലേ? ഇപ്പം നിലവിൽ കിട്ടൂല. ഇപ്പം കിട്ടുന്നുണ്ട് നമുക്ക് ആ കൊൽക്കത്ത ഇവിടെ പോകണം. അതായത് പാലക്കാടുള്ള അങ്ങോട്ടുള്ള ഹൈവേക്ക് പോകണം. തൃശ്ശൂർ അല്ല, അതെ, തൃശ്ശൂരിനാണ് പോകുന്ന ഹൈവേ ഉണ്ട്. അല്ലാതെ നമുക്ക് ഏതാ ഉള്ളത് ഇങ്ങനെ ഒരു ഹൈവേ? ഇങ്ങ് ബീഹാറിലാണ് അത് കിടക്കുന്നത്. മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെവിടെയാന്നുള്ളത്. ശരിക്കും എക്സ്പ്രസ് ഹൈവേയിൽ അങ്ങോട്ട് എത്തിയപ്പോ നമ്മളെല്ലാം കൂട്ടിലിട്ട് കൊണ്ടുപോകുന്ന പോലെ ആയിട്ടോ. കാരണം നമുക്ക് പുറമേക്കുള്ള കാഴ്ചകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ലിമിറ്റേഷനായിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈ ഓവർ വരുമ്പോൾ ബിൽഡിങ്സിനൊക്കെ മുകൾ ഭാഗം ഇങ്ങനെ കാണാന്നല്ലാതെ മടിയല്ലേ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഫ്ലൈ ഓവറൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച. അധിക വീടുകളും ഈ പറഞ്ഞ പോലെ ഇതാണ്ടോ, തേക്കാതെ ഇങ്ങനെ ഐസ്റ്റിക വെച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് അവർക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സൗകര്യത്തിനുള്ളത് അവരങ്ങോട്ട് അറേഞ്ച് ചെയ്ത് താമസം തുടങ്ങുന്ന രീതിയാണ് ഇവിടെ പല വീടുകളിലും നോക്കിയപ്പോൾ നമ്മൾ കണ്ടത്. ഏതാ വണ്ടിന്റെ ഓണ് വൻ വൈബ്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു, നിങ്ങൾ ഇതിന്റെ സ്റ്റോറീസ് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ മുമ്പിൽ കാണുന്ന ടോളിനെ അങ്ങ് പറ്റിച്ചത് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. യെസ്, for 4 kilometers പറഞ്ഞു. അപ്പൊ നമ്മളെ കുറച്ച് കറക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആരാ പറഞ്ഞ BRTസിന് വീടില്ലാന്ന്? നോക്കി നിങ്ങള് അങ്ങോട്ട് കയറിയല്ലേ അവർ പിടിച്ച് നിർത്തിയിട്ടാ. പിടിച്ച് നിർത്തിയിട്ട് നമ്മളെ ഇപ്പോഴത്തോടെ പോകാൻ തന്നെ പറഞ്ഞു. അത് പ്രശ്നമല്ല, നമുക്ക് ഈ ടോൾ കൊടുത്ത് പോവാം. പക്ഷെ മലയാളീസ് തന്നെ വീട് അങ്ങോട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ഇത് പിന്നെ ഒരു അറിയുന്ന കാര്യമാണ്. അത്യാവശ്യം നല്ല റോഡ് കണക്ടിവിറ്റി ബീഹാറിലുണ്ട് കേട്ടോ. അതായത് ഓരോ ഡിസ്ട്രിക്റ്റുകളിലെ തമ്മിലാണെങ്കിലും എല്ലാം അല്ലേ, എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും നാഷണൽ ഹൈവേ ആണെങ്കിലും സ്റ്റേറ്റ് ഹൈവേസ് ആണെങ്കിലും മോശമല്ല. നമ്മൾ പിന്നെ കുറച്ച് മോശമായി തോന്നിയിട്ടുള്ളത് ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ഫുൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അല്ലേ? ഒന്നുമില്ല, അതായത് ഒരു ആൾക്കാരും ഇല്ല, ഒരു മനുഷ്യന്മാരും ഇല്ല, കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങൾ. നോക്കിയാൽ നിങ്ങൾ ഇതും ബീഹാർ തന്നെയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബഗ്മതി റിവർ ആട്ടോ. ഇവിടെ എല്ലാവരും മത്സ്യം മൂത്രയിക്കാണല്ലോ. നല്ല വെയിലുണ്ട്, പക്ഷെ എന്താ പറയാ, അതെ, തണുത്ത കാറ്റടിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഓടിച്ച് പോകാൻ പറ്റും. അത് മാത്രമല്ല സംഗതി രസം കേട്ടോ, വൈബ് ഉണ്ട് ഇവിടെ അല്ലേ? അപ്പൊ അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എന്തോ സീൻ നടക്കുന്നുണ്ടോ, ഫുൾ പോലീസുകാരും ആൾക്കാരും തമ്മിൽ കല്ലെടുത്തെറിയലും എന്തൊക്കെയോ സീൻ നടക്കുന്നുണ്ടല്ലോ ഇവിടെ. നമുക്കൊന്ന് ചോദിച്ചേക്കണോ എന്താ സംഗതി? മനസ്സിലായിട്ട് ഇതെന്താ പൊളിക്കാൻ വന്നതാണോ? എന്താണ് സംഗതി? भैया